ഒരു 350 മീറ്ററും കൂടി ഉണ്ട്, അതിനും കൂടി ഫണ്ട് തരണം എന്നാണ്. ഒരു സംശയമല്ല, മണ്ണാറമ്പിന് പനങ്ങാങ്കരയൊക്കെ പോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇത് നൽകുന്ന നിങ്ങൾക്കൊക്കെ അറിയാം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഒരു നാടിന്റെ ചിരകാല സ്വപ്നമായ റോഡും ബൈപ്പാസും യാഥാർത്ഥ്യമാക്കിയ ജനപ്രതിനിധികൾക്ക് നാട്ടുകാർ നൽകിയത് ഊഷ്മള സ്വീകരണം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അരിപ്ര മണ്ണാറമ്പ് റോഡ് ഐറിഷ്, MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മണ്ണാറമ്പ് മേലെ അരിപ്ര ബൈപ്പാസ് റോഡ് എന്നിവയുടെ ഉദ്ഘാടനത്തിനെത്തിയ ജനപ്രതിനിധികളെയാണ് സ്നേഹാദരങ്ങളോടെ നാട്ടുകാർ സ്വീകരിച്ചത്. മഞ്ഞളാംകുഴി അലി MLA റോഡും ബൈപ്പാസും ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അരിപ്ര മണ്ണാറമ്പ റോഡ് ഐറിഷ് നിർമ്മാണം പൂർത്തീകരിച്ചത്. മഞ്ഞളാംകുഴി അലി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക ചെലവഴിച്ചാണ് മണ്ണാറമ്പ മേലെ അരിപ്ര ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത്. കാലങ്ങളായുള്ള നാട്ടുകാരുടെ സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. ഇതോടൊപ്പം റോഡിന്റെ സംരക്ഷണത്തിന് കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. മണ്ണാറമ്പ മേലെ അരിപ്ര ബൈപ്പാസ് റോഡ്, അരിപ്ര മണ്ണാറമ്പ റോഡ് ഐറിഷ് എന്നിവയുടെയും റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്തതിന്റെയും ഉദ്ഘാടനം മഞ്ഞളാംകുഴി അലി MLA നിർവഹിച്ചു. മുൻകാലങ്ങളിൽ നമുക്കറിയാം, മണ്ണാറമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങാടിപ്പുറത്ത് കുറേ ദൂരെയാണ്, ഒരു ഒഴിഞ്ഞ പ്രദേശം, കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായി ഇന്ന് മറ്റുള്ളൊക്കെ സ്ഥലങ്ങളെ പോലെ തന്നെ വികസിച്ച ഒരു നാടായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇവിടെയുള്ള പ്രവർത്തകർ ആരിസിനെ പോലെ, ഹംസാജിനെ പോലെയൊക്കെയുള്ള മുൻകാലങ്ങളിലുള്ള പ്രവർത്തകർ, ഇപ്പോഴുള്ള പ്രവർത്തകരൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ MLA ഫണ്ടിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് ആരിസ് എന്നോട് മണ്ണാറമ്പിലേക്കുള്ള ഈ റോഡിന്റെ ഫണ്ട് ആവശ്യപ്പെട്ടു. അത് അപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു വഴി എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങോട്ട് അവിടെ എത്തുമ്പോൾ വളരെ വലിയ സൗകര്യങ്ങൾ ഉണ്ടാവും, ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറ്റുന്ന രീതിയിലുള്ള ഫണ്ട് നമ്മൾ അനുവദിച്ചത്. ഇനി കുറച്ചുകൂടി ഫണ്ട് നമുക്ക് ഇനി അനുവദിക്കാനുണ്ട്. നമ്മുടെ മെമ്പർ ഇവിടെ വന്നവർക്ക് അല്ലെങ്കിൽ കാണുമ്പോഴൊക്കെ ആരിസിനെ പോലെ പറയാറ്, ഇനിയും ഒരു 350 മീറ്ററും കൂടി ഉണ്ട്, അതിനും കൂടി ഫണ്ട് തരണം എന്നാണ്. ഒരു സംശയമല്ല, മണ്ണാറമ്പിന് പനങ്ങാങ്കരയൊക്കെ പോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇത് നൽകുന്ന നിങ്ങൾക്കൊക്കെ അറിയാം. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കറുമുക്കിൽ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ക്ഷേമ നിർവഹണ ഉദ്യോഗസ്ഥനും PMKSY പദ്ധതിയുടെ നിർവഹണ ചുമതലയുള്ള ഓഫീസറുമായ A ഗോപകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അയമു, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു, വാർഡ് മെമ്പർ ജസീന അങ്കക്കാടൻ, ആസൂത്രണ കമ്മിറ്റി അംഗം ഹാരിസ് കളത്തിൽ, അബു താഹിർ തങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങളായ അൻവർ സാദത്ത്, ബഷീർ തുമ്പലക്കാടൻ, ദാമോദരൻ, പാടശേഖര കമ്മിറ്റി അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ മണ്ണാറമ്പിൽ നിന്നും മേലെ അരിപ്രയിലേക്ക് പോകാനുള്ള ഒരു ബൈപ്പാസാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത്. ഇത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വികസന നേട്ടമാണ്. ഇവിടുത്തെ മെമ്പർമാരുടെയും പൊതുപ്രവർത്തകരെയും നിരന്തരം ആവശ്യമായിരുന്നു. അത് MLA, പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒക്കെ ആവശ്യമായിരുന്നു. അത് MLA പരിഹരിച്ചു. കുറച്ചു ഭാഗം കൂടി ചെയ്യാനുണ്ട്, അതും അദ്ദേഹം ഫണ്ട് നമുക്ക് അനുവദിച്ചു തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചാനൽ 10 പെരിന്തൽമണ്ണ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ആകർഷകമായ പലിശ നിരക്കുകളിൽ ഗോൾഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം. സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കുകൾ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ.